നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് വിഘ്നേശ്വര വഴിപാടിനെ കുറിച്ചാണ്. ഏറ്റവും വളരെ ശക്തിയായിട്ടുള്ള വഴിപാടാണ്. കാരണം എല്ലാത്തിൻ്റെയും മുന്നിൽ നിൽക്കുന്നത് വിഘ്നേശ്വരനാണ്. വിഘ്നേശ്വരനെ തൊഴുതിയിട്ട് പോയ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കിട്ടും. യാതൊരുവിധ വിഘ്നങ്ങളും ഇല്ലാതെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്ന് പറയുന്നത്. ഒരു പൂജ തന്നെ ചെയ്യുകയാണെങ്കിൽ കൂടി ആദ്യം വിഘ്നേശ്വരനാണ് നമ്മൾ വഴിപാട് സമർപ്പിക്കുക. കാരണം വിഘ്നേശ്വരന്റെ പ്രീതി കിട്ടിയിട്ട് വേണം മറ്റുള്ള പൂജകൾ ഭംഗിയാവുകയുള്ളൂ. ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ കൂടി വിഘ്നേശ്വരനെ ആദ്യം മനസ്സുകൊണ്ട് വിചാരിക്കണം, ഭഗവാനെ ഞാൻ ഈ മന്ത്രം ജപിക്കുകയാണ്, എനിക്കിതിന് പൂർണ്ണ ഫലപ്രാപ്തി കിട്ടണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം തന്നെയാണ് അതിന് പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ. അത്രയും ശക്തിയായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇത് ചെയ്യേണ്ടത് പറയുമ്പോൾ ആൽമരത്തിന്റെ താഴെ ഇരിക്കുന്ന വിഘ്നേശ്വരന് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൽമരത്തിന്റെ താഴെ ഇരിക്കുന്ന വിഘ്നേശ്വരന് തിങ്കളാഴ്ച തോറുമാണ് ചെയ്യേണ്ടത്. 7 തിങ്കളാഴ്ച. നമ്മൾ വിചാരിച്ചിട്ട് നടക്കണില്ല, എന്ത് പരിശ്രമിച്ചിട്ടും നടക്കണമെന്നില്ല എന്ന കാര്യം 7 തിങ്കളാഴ്ച ഞങ്ങൾ വിഘ്നേശ്വരന് ഈ വഴിപാട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% കാര്യം നടന്നു കിട്ടും. അത്രയ്ക്കും ശക്തിയുള്ള വഴിപാടാണിത്. ഇത് എന്നുവെച്ചാൽ കൂടുതലും ഇത് തമിഴ്നാട്ടിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. കാരണം ഇങ്ങനെയൊരു വഴിപാടുള്ള കാര്യം തമിഴ്നാട്ടിലാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത് കേട്ടിരിക്കുന്നത്. അപ്പോൾ ആ വഴിപാട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആൽമരത്തിന്റെ താഴെയുള്ള വിഘ്നേശ്വരന് തിങ്കളാഴ്ച ദിവസം 6 to 7 രാവിലെ, ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് 6 മണിക്ക്, ഏത് ടൈമിലാണോ നിങ്ങൾ ചെയ്യുന്നത് അതേ ടൈമിൽ വേണം ഭഗവാന് എല്ലാ ആഴ്ചയും പോയി ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഒരു ദിവസം രാവിലെ ചെയ്തു, മറ്റേ ദിവസം വൈകിട്ട് പോയി ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ തിങ്കളാഴ്ചയിൽ ഏത് സമയത്താണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സമയം നോക്കിയിട്ട് ആ സമയത്ത് തന്നെ പിറ്റേത്തെ ആഴ്ച അതേ ടൈമിൽ വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ദിവസം ഇപ്പൊ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ 6 to 7 പോയി തൊഴുതി വന്നിട്ട് പിന്നെ പിറ്റേത്തെ ആഴ്ച ആവുന്ന സമയത്ത് അത് വൈകിട്ട് 6 to 7 ആവാൻ പാടില്ല. കാരണം വെച്ചാൽ ഈ രാവിലെ 6 to 7 തൊഴുതിയെങ്കിൽ വിഘ്നേശ്വരന് പോയി ഈ വഴിപാട് നിങ്ങൾ ചെയ്തെങ്കിൽ പിറ്റേത്തെ തിങ്കളാഴ്ച വരുന്ന സമയത്ത് അതേ ടൈമിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടതെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആകെ ഒരു 20 രൂപന്റെ ചെലവേ ഉള്ളൂ. കാരണം നമ്മൾ ഈ 20 രൂപ കൊണ്ട് നമുക്ക് വിചാരിച്ചിട്ട് എത്ര കഠിനമായിട്ടുള്ള കാര്യമാണ് നടന്നു കിട്ടുന്നില്ല പറഞ്ഞിട്ട് നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷുവറായി 100% വിഘ്നേശ്വരൻ അത് നടത്തി തന്നിരിക്കും. അപ്പൊ ഇതിന് വേണ്ടതെന്ന് പറയുന്നത് 2 വെറ്റില, കളിയടയ്ക്ക 2 എണ്ണം, പിന്നെ വേണ്ടത് 2 പഴം, 1 ശർക്കര, ഒരു കഷ്ണം ശർക്കര. അവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരും. പിന്നെ പൂവ് വന്നിട്ട് ചെമ്പരത്തി പൂവാണ് വേണ്ടത്. 5 ഇതളുള്ള ചെറിയ ചെമ്പരത്തി പൂവാണ്. ഒരു 4 5 വെക്കാം. നിങ്ങൾക്ക് അതാണ് കൂടുതൽ കിട്ടുന്നെങ്കിൽ അത്, ഇല്ലെന്നെങ്കിൽ കറുകംപുല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്. ഇത് 2-ൽ ഏതെങ്കിലും ഒന്നായിരിക്കണം ഭഗവാനെ സമർപ്പിക്കേണ്ടത്. ഇല്ല ഇത് 2ഉം കിട്ടിയില്ല പറഞ്ഞാൽ ഞങ്ങൾക്ക് മുല്ലമാല വാങ്ങിച്ചിട്ട് സമർപ്പിക്കാം അവിടെ. പക്ഷെ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ ഭഗവാനോട് നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കണം, എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണം ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വേണം ഈ സാധനം നിങ്ങൾ ഭഗവാനെ നടയിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ജോലിയാണോ, വീടാണോ, ഇനി മറ്റുള്ള പ്രശ്നങ്ങളാണോ, ഇനി പറയാൻ പറ്റാത്ത, പുറത്ത് ആരോടും പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനും ഈ പരിഹാരം ഭഗവാൻ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഭഗവാന് മനസ്സിൽ വിചാരിച്ച് എൻ്റെ കാര്യം നടത്തി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് 12 പ്രാവശ്യം ഏത്തവിട്ടതിന് ശേഷം നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം എത്ര കഠിനമാണ്, അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നടക്കണില്ല എങ്കിൽ ഭഗവാന് ഒരു 11 വരം അല്ലെങ്കിൽ ഒരു 21 വരം, അത് നിങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് നിങ്ങൾ വരം വെക്കുക. കഠിനമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നം എത്ര കഠിനമാണോ അത്രത്തോളം നിങ്ങൾ വലം വെക്കുമ്പോൾ ഓരോ പ്രാവശ്യം വലം വെക്കുമോ വിഘ്നേശ്വരത്ത് ഭഗവാൻ ഇത് എനിക്ക് ശരിയാക്കി തരണേ, ഇത് എനിക്ക് ശരിയായി വരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും തോറും നിങ്ങൾക്കൊരു 7 ആഴ്ചൻ്റെ ഉള്ളിൽ അത് എത്ര വലിയ കഠിനമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നടത്തി തന്നിരിക്കും ഭഗവാൻ. കാരണം നമ്മൾ ഈ വലം വെക്കുന്നതിലും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിലും അത്രയും വലിയ ശക്തിയാണുള്ളത്. കാരണം വെച്ചാൽ ഭഗവാനെ നമ്മൾ മനസ്സുരുകി വിളിച്ചാണ് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ കാര്യം നടക്കണം, എനിക്ക് ഈ കാര്യം നടന്നാലേ രക്ഷയുള്ളൂ ഭഗവാനെ, എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം, അല്ലെങ്കിൽ ഈ കാര്യം എനിക്ക് നടത്തി തരണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ സാഷ്ടാംഗം വീണ് പറയുന്നത് പോലെയാണ് ഭഗവാനോട് നമ്മൾ ഈ വലം വെക്കുന്നത്. ഓരോ വലം വെക്കുന്ന സമയത്തും ഭഗവാൻ
ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്ക് ഈ കാര്യം നടത്തി തരണം. അത് നിങ്ങൾക്ക് 11 വലം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 21 വലം വെക്കാൻ പറ്റുമെങ്കിൽ 21 വലം വെച്ചിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നതോറും നിങ്ങൾക്ക് 7 തിങ്കളാഴ്ചൻ്റെ ഉള്ളിൽ അത് എത്ര വലിയ കഠിനമായിട്ടുള്ള കാര്യമാണെങ്കിലും ഭഗവാൻ അത് ചെയ്തു തരുന്നതാണ്. അപ്പൊ ഇതിന് വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വെറ്റില, അടയ്ക്ക, പഴം, ശർക്കര. ഈ 4 ഐറ്റമാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ചെമ്പരത്തി പൂവാണ് ഈ വഴിപാടിന് ഏറ്റവും നല്ലത്. കാരണം ചെമ്പരത്തി പൂവാണ് മെയിനായിട്ട് പറയുന്നത്. അത് കിട്ടാനില്ല എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത് കറുകംപുല്ല് അതുപോലെ കുറച്ച് ഒരു പിടി ഭഗവാനെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. എന്ത് കാര്യത്തിനാണോ എന്നുള്ളത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. മുല്ലമാല വാങ്ങിച്ച് സമർപ്പിക്കുക. മുല്ലമാല 1 മുളമാണെങ്കിലും ഭഗവാനെ വാങ്ങിച്ച് അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ ഷുവറായിട്ടും 7 ആഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ കാര്യം നടന്നു കിട്ടുന്നതാണ്. അപ്പൊ അമ്പലത്തിൽ അടുത്തുള്ള ആൽമരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന വിഘ്നേശ്വരന് വേണം ഈ വഴിപാട് ചെയ്യാൻ. വേറെ ഉള്ള അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ വിഘ്നേശ്വരന് വേറെ ആൽമരം ഇല്ലാതെ കുടിവെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് ചെയ്താൽ ഫലമില്ല. ആൽമരത്തിന്റെ താഴെ ഇരിക്കുന്ന വിഘ്നേശ്വരനാണ് സകലവിധ ശക്തികളും കൂടുതലുള്ളത്. അപ്പൊ ആൽമരത്തിന്റെ താഴെയുള്ള വിഘ്നേശ്വരന് ഈ ശക്തിയായിട്ടുള്ള വഴിപാട് ചെയ്ത് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം 7 തിങ്കളാഴ്ചൻ്റെ ഉള്ളിൽ നടന്നു കിട്ടുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.